ഹായ് ഫ്രണ്ട്സ്, പത്തരമാറ്റ് സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കിരൺ കല്യാണിയും എൻ ജ്വല്ലറിയിൽ കയറി പറ്റിയതോടുകൂടി തന്നെ എൻ ജ്വല്ലറിയുടെ MD ഡേവിഡ് അല്ലെന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇതിന്റെ മറവിൽ ആരാണ് പ്രവർത്തിച്ചതെന്നും അനന്തപുരം തറവാടിനെയും മൂർത്തീസ് ജ്വല്ലറീസിനെയൊക്കെ തറ പറ്റിക്കാൻ നോക്കുന്നത് ആരാണെന്നും മുംബൈയിൽ വെച്ച് ആദർശിനെ ചതിച്ചത് ആരാണെന്നും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് തന്നെ അവർ കഠിന പരിശ്രമത്തിലാണ് കേട്ടോ. നന്ദുവും ഇവരെ സഹായിക്കാനായിട്ടുണ്ട്. ഡേവിഡുമായിട്ട് ഓരോ പ്രാവശ്യം കൂടിക്കാഴ്ച നടത്തുമ്പോഴും എൻ ജ്വല്ലറിയുടെ കാര്യങ്ങളും എൻ ജ്വല്ലറിയുടെ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് പിന്നിലെ രഹസ്യം എന്താണെന്നൊക്കെ കിരൺ ചോദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പലപ്പോഴായിട്ട് ഡേവിഡിന്റെ വായിൽ നിന്ന് പല രഹസ്യങ്ങളും വീഴുന്നുണ്ട്. ഡേവിഡിന്റെ വായിൽ നിന്ന് അറിയാതെ വീഴുന്നതാണെങ്കിലും ആ പോയിന്റുകളെല്ലാം തന്നെ ഇവർക്ക് വളരെ വിലപ്പെട്ടതായിരുന്നു. അങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷൻസ് എല്ലാം തന്നെ കിരണും കല്യാണിയും വൈകാതെ തന്നെ ആദർശിനെ അറിയിക്കുന്നുമുണ്ട്. ഇപ്പോഴാണെങ്കിൽ നയനയും ഗസ്റ്റ് ഹൗസിലുണ്ടല്ലോ. ആദർശിനെ സഹായിക്കാനായിട്ട് നയന അനന്തപുരിയിൽ നിന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറിയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആദർശിന്റെ മനസ്സിന് ഇപ്പോൾ ഒരു സമാധാനമുണ്ട്. കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാനും കറക്റ്റായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനും നയനയും ആദർശിനെ സഹായിക്കുന്നുണ്ട്. കിരണുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ തന്നെ ഡേവിഡ് പറയുന്നുണ്ടായിരുന്നു, എൻ ജ്വല്ലറിയുടെ യഥാർത്ഥ MD ഞാനല്ല, ഞാനൊരു അസിസ്റ്റന്റ് MD മാത്രമാണ്. ശരിക്കുമുള്ള MD ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ സ്റ്റാഫായിട്ടിരിക്കണം തന്നെയാണ് എന്റെയും ആഗ്രഹം. എൻ ജ്വല്ലറിക്ക് ഇപ്പോഴുണ്ടായ ഈ നേട്ടങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് മാത്രമാണ്. ഞാൻ എല്ലാത്തിൻ്റെയും ഒരു മേൽനോട്ടം വഹിക്കുന്നു, എല്ലാ കാര്യങ്ങളും വേണ്ട രീതിക്ക് ചെയ്യുന്നു, സ്റ്റാഫുകളുടെയും അതുപോലെ ജ്വല്ലറീസിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നു. അത്രയും മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. നേരിട്ട് ഇതിലൊന്നും ഇടപെടുന്നില്ലെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുന്നതും തീരുമാനിക്കുന്നതും സാറ് തന്നെയാണെന്ന് ഡേവിഡ് പറയുന്നുണ്ട്. അപ്പോൾ കിരൺ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അയാൾ അങ്ങനെ മറിഞ്ഞിരിക്കുകയാണെങ്കിൽ അയാളെ പുറത്തു കൊണ്ടുവരേണ്ടത് നമ്മുടെ ആവശ്യമാണല്ലോ. എന്തായാലും ഇവിടെ വേറൊരു പദ്ധതി പ്ലാൻ ചെയ്യണം. അയാളെ എങ്ങനെയെങ്കിലും പുറത്തോട്ട് കൊണ്ടുവരണം. മറന്നിരുന്നോണ്ടാണല്ലേ അപ്പോൾ അയാൾ മൂർത്തീസ് ജ്വല്ലറിയെ തറ പറ്റിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അയാൾ പുറത്ത് കൊണ്ടുവന്നേ മതിയാവുള്ളൂ എന്നൊക്കെ കിരണും ആദർശും കല്യാണിയും നയനയും ഒക്കെ കൂടിയിട്ട് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അവർ 4 പേരും കൂട്ടിയിട്ടിരുന്ന് പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ. എങ്ങനെ എൻ ജ്വല്ലറിയുടെ യഥാർത്ഥ MD കണ്ടുമുട്ടാൻ സാധിക്കുമെന്നൊക്കെ. അതിന് വേണ്ടിയിട്ട് തന്നെ അവർ പ്ലാൻ ചെയ്യുന്നത് ഒരു വലിയ ബിസിനസ് ഓണറായ ഒരു ഡീലറിന് എൻ ജ്വല്ലറിയുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് കൂടാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു കൂടിക്കാഴ്ച നടത്താനായിട്ട് തന്നെ തീരുമാനിക്കുകയാണ്. ആദ്യം കിരൺ തന്നെ അത് ഡേവിഡുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനല്ല ഡീൽ ചെയ്യുന്നത്, അതെല്ലാം നോക്കുന്നത് സാറ് തന്നെയാണ്. ഞാൻ എന്തായാലും സാറിനെ ഇൻഫോം ചെയ്യാം. സാറിനോട് ഞാൻ സംസാരിച്ചിട്ട് നിങ്ങളോട് പറയാം. സാറ് ഫ്രീ ആകുന്ന സമയത്ത് ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്യാമെന്നൊക്കെ ഡേവിഡ് കിരണിനോട് പറയുകയാണ്. അങ്ങനെ ആ ഒരു ഡീല് നടപ്പാക്കാൻ, അങ്ങനെ ആ ഒരു ഡീലിൻ്റെ പേരിൽ തന്നെ എൻ ജ്വല്ലറിയുടെ യഥാർത്ഥ MD കണ്ടുപിടിക്കാനായിട്ട് ഇവരൊരു നാടകം തന്നെ അവിടെ കളിക്കുന്നുണ്ട്. കിരണും കല്യാണിയും ആദർശും നയനയും നന്ദുവും എല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ മൂർത്തീസ് ജ്വല്ലറിയുടെ എതിരാളിയെ കണ്ടുപിടിക്കാനുള്ള പരിശ്രമത്തിലാണ്. വൈകാതെ തന്നെ ഡേവിഡ് ഈ കാര്യങ്ങളെല്ലാം നാഗേന്ദ്രനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് കേട്ടോ. നാഗേന്ദ്രൻ ഇവരുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്താൻ സമ്മതിക്കുകയാണ്. മുംബൈയിലെ ആ ഡീല് നമുക്ക് കിട്ടിയത് കൊണ്ടാണ് ഇതുപോലെ വലിയ വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനിയിൽ നിന്നൊക്കെ നമ്മളുമായിട്ട് പാർട്ട്ണർഷിപ്പ് കൂടാൻ അവർ ആഗ്രഹിക്കുന്നതെന്നൊക്കെ നമ്മുടെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഡീലിൽ പങ്കെടുക്കാനുള്ള ഡേറ്റും സമയവും എല്ലാം തന്നെ ഡേവിഡും നാഗേന്ദ്രനും കൂടെ നിശ്ചയിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ആദർശ് കിരണിനോടും കല്യാണിയോടും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ അവിടുത്തെ കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ ഇന്റീരിയർ ഡിസൈനിങ് ഒക്കെ നടത്തുന്ന ആൾക്കാരായിട്ടാണല്ലോ അവിടെ കയറി കൂടിയത്. ഡേവിഡുമായിട്ട് നിങ്ങൾ കുറച്ച് അടുപ്പം കാണിച്ചുകൊണ്ടാണ് അയാളിൽ നിന്ന് തന്നെ നമുക്ക് ഈ രഹസ്യങ്ങളൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞത്. എന്തായാലും അതുവരെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇനിയിപ്പോൾ അയാളെ നേരിട്ട് നമ്മൾ മീറ്റ് ചെയ്യാൻ പോവാണ്. മൂർത്തീസ് ജ്വല്ലറിയുമായിട്ടോ ഞാനുമായിട്ടോ മുത്തശ്ശനുമായിട്ടോ നിങ്ങൾക്ക് വല്ല അടുപ്പമുണ്ടെന്ന് അറിഞ്ഞാൽ, അങ്ങനെ അത് അവരെ അറിയാനിടയായിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും തകിടം മറിയും. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകണമെന്നില്ല. എൻ ജ്വല്ലറിയുടെ യഥാർത്ഥ ഓണറുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്താൻ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളെ തന്നെ നമ്മൾ സംഘടിപ്പിക്കണം. നമ്മളുമായിട്ട് ബന്ധമുള്ള ആളാണെന്ന് അവരൊരിക്കലും അറിയാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് ആ യഥാർത്ഥ ഓണർ ആരാന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. അതിനിപ്പോൾ ഈ ചുരുങ്ങിയ സമയത്ത് നമ്മൾ എങ്ങനെ ആളെ അറേഞ്ച് ചെയ്യും? അങ്ങനെ നമ്മൾ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ബോധിപ്പിക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ സമയം പോകും. പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയി പോകും എന്നൊക്കെ കിരൺ പറയാം കേട്ടോ. അതിന് പകരം വേറൊരു സൊല്യൂഷൻ എൻ്റെ മനസ്സിലുണ്ട്. അത് നടക്കുകയാണെങ്കിൽ ഓക്കെ ആയിരിക്കും. ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഓണറെ കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ തന്നെ കിരൺ ഭയങ്കര ആത്മവിശ്വാസത്തോടെ പറയുക കേട്ടോ. അപ്പം നയനയും ആദർശും അതുപോലെ കല്യാണിയൊക്കെ ചോദിക്കുന്നുണ്ട്, കിരണിൻ്റെ മനസ്സിൽ എന്താ ഉള്ളതെന്നൊക്കെ ചോദിക്കുകയാണ്. കിരൺ പറയുന്നുണ്ട്, എന്തായാലും ആദ്യം ആ ഡേവിഡുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമല്ലേ നമുക്ക് അയാളെ നേരിട്ട് കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആദ്യം ഡേവിഡിൻ്റെ മുമ്പിലേക്ക് നീ തന്നെ ചെന്നാലോ? ആദർശ് ചോദിക്കുന്നുണ്ട്, ഞാൻ പോയാൽ എങ്ങനെ ശരിയാകും? എന്നെ അയാൾക്ക് അറിയാമല്ലോ. മൂർത്തീസ് ജ്വല്ലറിയുടെ MD ഞാനാണെന്നുള്ള കാര്യം അയാൾക്ക് അറിയാം. പിന്നെ ഞാൻ പോയാൽ എങ്ങനെ കാര്യങ്ങൾ നടക്കും എന്നൊക്കെ ഇങ്ങനെ ആദർശ് ചോദിക്കുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, നീയായിട്ടല്ല പോകേണ്ടത്, നീ വേഷം മാറി മറ്റൊരാളായിട്ട് നീ അവിടെ ചെല്ലണം എന്നൊക്കെ കിരൺ പറഞ്ഞു കൊടുക്കുകയാണ്.
നീ ഒരു സിക്കുകാരൻ്റെ വേഷം അണിഞ്ഞു വന്നാൽ ആരും നിന്നെ സംശയിക്കാൻ പോകുന്നില്ല. നല്ലൊരു പണക്കാരൻ്റെ ലുക്കിൽ തന്നെ നീ അങ്ങോട്ടേക്ക് വരണം, ആരും നിന്നെ സംശയിക്കാല്ല എന്നൊക്കെ തന്നെ കിരൺ പറയുന്നുണ്ട്. അവരുടെ കമ്പനിയുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് കൂടാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞില്ലേ നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. എന്തായാലും നമ്മൾ അവരുമായിട്ട് അങ്ങനെ ഒരു ഡീൽ ഉറപ്പിക്കാനൊന്നും അല്ലല്ലോ പോകുന്നത്. ജസ്റ്റ് നമുക്കറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതറിയുന്നവരെങ്കിലും നീ അങ്ങനെ അഭിനയിച്ച് നിന്നാൽ മാത്രം മതി എന്നൊക്കെ കിരൺ പറയുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, അത് ശരിയാകുമോ? എന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിച്ചാൽ നമ്മൾ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആകുകയല്ലേ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് വേറെ ആരെങ്കിലും അറേഞ്ച് ചെയ്താൽ പോരെ എന്നൊക്കെ ഇങ്ങനെ ആദർശ് ചോദിക്കാം കേട്ടോ. അപ്പോഴേക്കും കിരണും കല്യാണിയും പറയുന്നുണ്ട്, വേണ്ട ആദർശേട്ടാ, കിരൺ പറഞ്ഞത് ശരിയാ, ആദർശേട്ടൻ തന്നെ അവിടെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനും വേണ്ട രീതിക്ക് അയാളുമായിട്ട് സംസാരിച്ച് പിടിച്ചു നിൽക്കാനും ഒക്കെ ആദർശേട്ടനെ പോലെ മറ്റാർക്ക് കഴിയും എന്നൊക്കെ നയനെ ചോദിക്കുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, അതല്ല നയനെ, എങ്ങാനും നമ്മൾ പിടിക്കപ്പെട്ട ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോകുമല്ലോ നമുക്ക്. നമ്മുടെ ശത്രുക്കളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പോഴാണ് ഞാൻ ശരിക്കും തോറ്റു പോകുന്നതെന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. കിരൺ പറയുന്നുണ്ട്, ആദർശേ നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഏതായാലും നമ്മൾ നാലുപേരും തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയിരിക്കുന്ന കാര്യമല്ലേ, അത് നമുക്ക് ഇത് ഷുവറായിട്ട് നടക്കും. എൻ്റെ മനസ്സ് അങ്ങനെയാണ് പറയുന്നത്. ഈ പ്ലാൻ വിജയിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കിരൺ ആദർശിന് ഒരു ആത്മവിശ്വാസമൊക്കെ നൽകുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ എന്തിനിറങ്ങി തിരിച്ചാലും 2-3 പ്രാവശ്യം നമ്മൾ അതേക്കുറിച്ച് നന്നായിട്ട് ആലോചിക്കണം. അതിൻ്റെ വരുംവരാഴികളെല്ലാം തന്നെ ആലോചിച്ച് വേണം ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാൻ. ഇപ്പം വേഷം മാറി നീ എങ്ങോട്ടേക്ക് വന്നാലും ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾക്ക് നിന്നെ ബോധിക്കണം. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കും എന്നൊക്കെ പറയുകയാണ് നമ്മുടെ കിരണും. അങ്ങനെ അവരുടെ പദ്ധതി പ്രകാരം ആദർശ് വേഷം മാറി എൻ ജ്വല്ലറിയുടെ MD-യുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിന്റെ പേരിൽ ഒരു കൂടിക്കാഴ്ച നടത്താനായിട്ട് പോവുകയാണ്. നയനയും ആദർശിന്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് ഒരു പഞ്ചാബി വേഷമൊക്കെ ധരിച്ച് അവർ കെട്ടുപോലെ തലയിലൊരു കെട്ടൊക്കെ കെട്ടിക്കൊണ്ട് ശരിക്കും ഒരു പഞ്ചാബി ലുക്കിൽ തന്നെ കിരണിന്റെ മുമ്പിൽ എത്തുന്നുണ്ട്. ആദ്യം കിരൺ അത് ആദർശാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ആദർശിന്റെ മനസ്സിലും ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു. കാരണം താൻ വേഷം മാറി വന്നിട്ടും ആർക്കും തന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. കിരണും പറയുന്നുണ്ട്, ഈ വേഷത്തിൽ നിന്നെ കണ്ട നീ ആദർശാണെന്നേ പറയില്ല. എന്തായാലും സംഗതി പൊളിച്ചു. ഇനി നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളും കൂടി നടന്നാൽ മാത്രം മതി. അവിടെ ചെന്ന് അയാളോട് വേണ്ട രീതിക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. എങ്ങനെയാണെങ്കിലും ഈ ഡീൽ അയാളെ കൊണ്ട് സമ്മതിപ്പിക്കണം. അയാൾക്ക് മുമ്പിലോട്ട് വലിയ വലിയ ഓഫറുകളൊക്കെ വാഗ്ദാനം ചെയ്യണം. എങ്കിൽ മാത്രമേ അയാൾ ഈ ഡീലൊക്കെ സൈൻ ചെയ്യാൻ സാധ്യതയുള്ളൂ. കാരണം ഇപ്പം മാർക്കറ്റിങ്ങിലെ നമ്പർ 1 അവരായതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരുപാട് ഓഫറുകൾ അവർക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ട് വലിയ വലിയ ഓഫറുകളൊക്കെ അങ്ങ് തട്ടിവിട്ടേക്കണം. അങ്ങനെ അവർക്ക് ഇംപ്രഷൻ തോന്നിയാൽ മാത്രമേ അയാളെ സാറിന് വിളിക്കുന്ന എൻ ജ്വല്ലറിയുടെ യഥാർത്ഥ MD-യുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്താൻ നമുക്ക് സാധിക്കുള്ളൂ എന്നൊക്കെ തന്നെ പറയുകയാണ്. എന്തായാലും ആ ആളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. നമുക്കത് മതി. നമ്മുടെ ആവശ്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കി കാര്യം നോക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ കിരണും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ഇനി ഒന്നും ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. അവർ നിന്നെ തിരിച്ചറിയാൻ പോകുന്നില്ല. നീ ധൈര്യമായിട്ട് അവിടെ പോകാൻ നോക്കിയോ. ആദർശ് ചോദിക്കുന്നുണ്ട്, എല്ലാം ശരിയാടാ, വേഷവിധാനങ്ങളൊക്കെ മാറ്റി, പക്ഷേ മലയാളം സംസാരിച്ചാൽ അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാവൂലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, നിനക്ക് അത്യാവശ്യം ഹിന്ദി ഭാഷ അറിയാമല്ലോ, നീ കുറച്ച് ഹിന്ദി ഭാഷയിലും കൂടെ അങ്ങ് തട്ടിവിട്ടേക്കണം. അയാൾക്ക് സംശയം ഒന്നും ആകാത്ത രീതിയിൽ ഹിന്ദി മലയാളം കൂടെ ചേർത്ത് നീ അങ്ങ് പറഞ്ഞേക്കണം. ഇക്കാര്യത്തിൽ അയാൾക്കൊരു സംശയം ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ നീ തന്നെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകണമെന്നും പറയുകയാണ് ആദർശിൻ്റെ അടുത്ത്. ആദർശ് എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കും. കാരണം ഇവിടെ ഒരു തോൽവി ഉണ്ടാകാൻ പാടില്ല. ഇവിടെ എനിക്ക് വിജയിച്ചേ മതിയാകുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കും എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. ഡേവിഡ് ആണെങ്കിൽ നാഗേന്ദ്രനായിട്ട് സംസാരിച്ച ഈ ഒരു മീറ്റിങ്ങിന് പറഞ്ഞുറപ്പിച്ചിരുന്ന തീയതിയും സമയവും എല്ലാം തന്നെ കിരണിനെ അറിയിക്കുന്നുണ്ട്. കിരണാണ് ഇതിൻ്റെയൊക്കെ ഇടനിലക്കാരനായിട്ട് നിൽക്കുന്നത് തന്നെ. കിരൺ മുഖേനയാണ് ഇതുപോലെ ഒരാളെ എൻ ജ്വല്ലറുമായിട്ട് ബന്ധപ്പെടുന്നുള്ള രീതിയിലാണ് അവർ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആദർശ് രണ്ടും കൽപ്പിച്ച് പറഞ്ഞ സമയത്ത് തന്നെ എൻ ജ്വല്ലറിയിലേക്ക് വരികയാണ്. അങ്ങനെ ഡേവിഡിൻ്റെ ക്യാബിനിൽ എത്തിയതിനു ശേഷം ഡേവിഡുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എം ജ്വല്ലറിയെ പ്രശംസിച്ച ആദർശ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഡേവിഡിനെ കയ്യിലെടുക്കാൻ പാകത്തിന് ആദർശ് എം ജ്വല്ലറിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. പരമ്പരാഗതമായ സ്വർണ്ണമാണ് നിങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്, അതും പണിക്കൂലി ഇല്ലാതെയാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഒരുപാട് കസ്റ്റമേഴ്സിനെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് വെച്ചടി ഉയരത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നാളെ ഇന്ത്യയിൽ മൊത്തം നമ്പർ 1 ജ്വല്ലറി ആകാൻ പോകുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രശംസിച്ച് ഡേവിഡിനെ കയ്യിലെടുക്കുകയാണ് ആദർശ്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് നടത്താൻ ഞങ്ങൾ തയ്യാറായി എന്നൊക്കെ ആദർശ് തട്ടിവിടുകയാണ് കേട്ടോ. ആദർശിന്റെ വേഷത്തിലോ സംസാരത്തിലോ പ്രവർത്തിയിലോ ഒന്നും തന്നെ ഒരു സംശയമില്ലാതെ ആദർശ് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. ആദർശ് പറയുന്നുണ്ട്, ഇതുപോലെ വലിയ വലിയ കമ്പനീസൊക്കെ ഞങ്ങൾക്കും ഉണ്ട്, നിങ്ങളുടെ ഷെയർ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുമായിട്ടൊരു പാർട്ണർഷിപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. നിങ്ങളുടെ ഒരു ബ്രാഞ്ച് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ നാട്ടിലും തുടങ്ങണമെന്ന ആഗ്രഹം എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഡേവിഡ് പറയുന്നുണ്ട്, ഞാനൊരു അസിസ്റ്റന്റ് MD മാത്രമാണ്. എൻ ജ്വല്ലറിയുടെ യഥാർത്ഥ ഓണർ എല്ലാ കാര്യങ്ങളും എന്നെയാണ് നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്.
ഞാനാണ് എല്ലാ കാര്യത്തിലും ഒരു മേൽനോട്ടം വഹിക്കുന്നത്. സാറിനോട് ഞാൻ നിങ്ങളുടെ കാര്യം സംസാരിച്ചപ്പോൾ തന്നെ സാർ ആദ്യം നിങ്ങളുമായിട്ടൊന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് മാത്രം സാറിൻ്റെ മുമ്പിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തത്. എന്തായാലും ഞാൻ സാറിനോട് നിങ്ങളെ കണ്ട കാര്യങ്ങളൊക്കെ അറിയിക്കാം. അതുപോലെ എത്രയും പെട്ടെന്ന് നല്ലൊരു ദിവസം നോക്കി തന്നെ ഈ കോൺട്രാക്ട് സൈൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം എന്നൊക്കെ തന്നെ ഡേവിഡ് പറയുന്നുണ്ട്. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, ഈ കോൺട്രാക്റ്റ് ഒക്കെ സൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എനിക്ക് നിങ്ങളുടെ യഥാർത്ഥ ഓണറെ ഒന്ന് കാണണം. അല്ല, അതല്ലേ അതിൻ്റെ ഒരു മര്യാദ. യഥാർത്ഥ ഓണറെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ഡീലൊക്കെ സൈൻ ചെയ്യുന്നതല്ലേ നല്ലതെന്നൊക്കെ ആദർശ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഡേവിഡ് പറയുന്നുണ്ട്, അതെ അതെ അതങ്ങനെ തന്നെ ചെയ്യാനാണ്. സാറുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം അധികം വൈകാതെ തന്നെ നിങ്ങളെ ഞാൻ കാര്യങ്ങളൊക്കെ അറിയിക്കാം. അപ്പോഴേക്കും സാറുമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ ഒരു പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാം സൈൻ ചെയ്യാനും സാധിക്കും എന്നൊക്കെ തന്നെ പറയുകയാണ് നമ്മുടെ ഡേവിഡ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും കണ്ടതിൽ സന്തോഷം. എത്രയും പെട്ടെന്ന് തന്നെ യഥാർത്ഥ ഓണറെ കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം. അറിയാമല്ലോ, ഞാനിപ്പോൾ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടതാണ്. അവിടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാൻ തന്നെയാണ്. ഇതുപോലൊരു ആവശ്യം ആയതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ആദർശം തട്ടിവിടുകയാണ് കേട്ടോ. ഡേവിഡും പറയുന്നുണ്ട്, അതെ അതെ എനിക്ക് മനസ്സിലാകും. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാം. ഡേവിഡുമായിട്ട് സംസാരിച്ചതിന് ശേഷം ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ. അയാൾ എപ്പോഴും മറഞ്ഞിരുന്നോണ്ടാണല്ലേ എല്ലാം ചെയ്യുന്നത്. മൂർത്തീസ് ജ്വല്ലറിയുടെ നേരിട്ട് ഏറ്റുമുട്ടാൻ അയാൾക്ക് ഇപ്പോഴും ധൈര്യമില്ല. അതുകൊണ്ടാണ് അയാൾ മറഞ്ഞു നിൽക്കുന്നത്. എല്ലാം ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ പോകുന്നുണ്ട്. എന്തായാലും ആദർശ് തിരികെ എത്തുന്നതും കാത്ത് നയനയും കല്യാണിയും അതുപോലെ കിരണും ഒക്കെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവരോട് ആദർശ് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അയാളോട് ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. അയാൾ തന്നെ പറഞ്ഞു, ശരിക്കുമുള്ള എം ഡി ഞാനല്ല, ഞാൻ ഒരു അസിസ്റ്റന്റ് എം ഡി മാത്രമാണ്. എൻ ജ്വല്ലറിയുടെ യഥാർത്ഥ എം ഡിയുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ പെട്ടെന്ന് തന്നെ ഒരു ദിവസം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഞാൻ. അത് എന്നാണെന്ന് നിന്നോട് പറഞ്ഞോ എന്നിങ്ങനെ കിരൺ ചോദിക്കുമ്പോഴേക്കും ഇല്ല ഇല്ല അതെന്നോട് പറഞ്ഞില്ല, നിന്നെ വിളിച്ച് അറിയിക്കുമായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ആദർശ്. എന്തായാലും ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. അയാളെ ഞാൻ വെറുതെ വിടില്ല. മൂർത്തീസ് ജ്വല്ലറിയും അനന്തപുരിയും ഒരുപോലെ തകർക്കാൻ നോക്കുന്ന ആ ശത്രുവിനെ എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് തിരിച്ചറിയണം. അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഞാൻ. അയാൾ ചോദിച്ചതിനൊക്കെ തക്കതായ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അയാൾ ഉറപ്പായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യും. മൂർത്തീസ് ജ്വല്ലറിയും അനന്തപുരിയും മുത്തശ്ശനെയൊക്കെ തകർക്കാൻ നോക്കുന്ന യഥാർത്ഥ ശത്രു ആരാണെന്ന് അന്ന് തിരിച്ചറിയും. അന്നത്തോടുകൂടി അവൻ്റെ കളികളെല്ലാം ഞാൻ അവസാനിപ്പിച്ചിരിക്കും. മൂർത്തീസ് ജ്വല്ലറിയും അനന്തപുരി തറവാടിനെയും മുത്തശ്ശനെയും ഒരു പോറൽ പോലും സംഭവിക്കാതെ, ആത്മാഭിമാനത്തിന് ഒരു ഇടിവ് പോലും സംഭവിക്കാതെ ഇപ്പോൾ സംഭവിച്ച എല്ലാ നഷ്ടങ്ങൾക്കും ഞാൻ അയാളോട് പകരം ചോദിച്ചിരിക്കും. രണ്ടും കൽപ്പിച്ച് തന്നെയാണ് എൻ്റെ മുന്നോട്ടുള്ള പോക്ക്. എനിക്കിവിടെ വിജയിച്ചേ പറ്റുള്ളൂ. തോറ്റു മടങ്ങാൻ എനിക്ക് ആവില്ല. എൻ്റെ മുത്തശ്ശൻ്റെ മുമ്പിൽ എനിക്ക് വിജയിച്ചേ പറ്റുള്ളൂ. അതുപോലെ ആ ശത്രുവിനെ കണ്ടുപിടിച്ച് അയാളെ തറ പറ്റിച്ചേ മതിയാകുള്ളൂ എന്നൊക്കെ തന്നെ ആദർശ് എല്ലാവരോടുമായിട്ടും പറയുകയാണ്. അങ്ങനെ എൻ ജ്വല്ലറിയുടെ യഥാർത്ഥ എം ഡി ആയ നാഗേന്ദ്രനെ കാണാനായിട്ട് ആദർശ് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നമ്മുടെ ചാനലോട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ.